നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മൾ ഈയിടെയായി ഒരുപാട് പോരാട്ട നായകന്മാരെ കാണാറുണ്ട്. അതായത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ, ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിച്ചുകൊണ്ട് ഭരിച്ചപ്പോൾ, പിണറായി വിജയനെതിരെ ഒരക്ഷരം ഉരിയാടാതിരുന്ന ചില സിംഹങ്ങൾ, പതുങ്ങിയിരുന്ന ചില സിംഹങ്ങൾ, പൊടുന്നനെ ഭരണം മാറിയപ്പോൾ ധാർമ്മിക രോഷം തിളച്ചു മറിയുന്ന പോരാട്ട നായകന്മാരായി മാറുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുകയാണ്. അതിലൊരു പോരാട്ട നായകനാണ് DYFI നേതാവായ വസീഫ്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത്. ജനങ്ങൾ ഒന്നും മറന്നിട്ടില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ തുടങ്ങാം. ഇന്നലെ ആ മഹാൻ നടത്തിയൊരു പ്രസംഗമുണ്ട് VD സതീശനെ വിമർശിച്ചുകൊണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ലഹരിയോട് ഒരു വിട്ടുവീഴ്ചയും DYFI ചെയ്യില്ല. ഈ നാടിനെ തകർക്കുന്ന, യുവജനങ്ങളെ തകർക്കുന്ന, നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തെ തകർക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് എന്നും ജീവൻ വേണേ ജീവൻ കൊടുക്കാൻ സന്നദ്ധതയുള്ളവരുടെ പ്രസ്ഥാനമാണ് DYFI. വളരെ നല്ല ഒരു പോയിന്റാണ് പറഞ്ഞത്, നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ലഹരി മാഫിയ ഇത്രയും തഴച്ചു വളർന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്? അതിന് താങ്കൾ ഉത്തരം പറയണം. അപ്പോൾ ഇവിടെ ഒരു ഭരണം ഉണ്ടായിരുന്നോ? അതെന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാരിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല? നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ ഇതിൻ്റെ കാരിയേഴ്സായി പ്രവർത്തിച്ച ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അന്നേരം ഒന്നും ഖമാന്നൊരക്ഷരം മിണ്ടാതിരുന്ന മഹാന്മാരൊക്കെ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ജസ്റ്റ് സംസാരിക്കുക, ജനങ്ങളുടെ ഒരു മൈലേജ് നേടിയെടുക്കുക. അതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളത്? ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ലഹരി മാഫിയ വളരെ വല്ലാത്ത രീതിയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനെതിരെ ഒരു കർശനമായ നടപടികൾ എടുക്കണമെന്നും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? നിങ്ങളെല്ലാം ആ സമയത്ത് മിണ്ടാതിരുന്ന് ഈ പരുവത്തിൽ നാടിനെ കൊണ്ട് എത്തിച്ചിട്ട് ഇപ്പം UDF സർക്കാർ വന്ന് വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കയറി ഷൈൻ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ആ കലാപരിപാടി, അത് ഇവിടെ ആ പരിപ്പയുടെ വേവില്ല എൻ്റെ പൊന്നു വസീഫെ. എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? ഞങ്ങൾ DYFI ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നുണ മത്സരം നടത്തിയിട്ട്. കേരളത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം നുണയാണോ? ആവർത്തിച്ച് നുണ പറയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. നിങ്ങളൊക്കെ ഭയങ്കര സത്യസന്ധരാണല്ലോ, സത്യസന്ധതയുടെ ആൾ രൂപങ്ങൾ. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത്. നിങ്ങൾ അത്രയും സത്യസന്ധരായിരുന്നെങ്കിൽ ജനങ്ങൾ ഇതുപോലെ നിർദാക്ഷിണ്യം നിങ്ങളെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയില്ലായിരുന്നു. വെറും 35 സീറ്റിലേക്ക് ജനങ്ങൾ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കയ്യിലിരിപ്പ് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മുഖ്യമന്ത്രി, അതായത് കഴിഞ്ഞ 2016 തൊട്ട് 2026 വരെ ഭരിച്ച മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെയൊക്കെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, സത്യസന്ധനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എത്രയെത്ര പച്ചയായ നുണകളാണ് ജനങ്ങളെ കോക്കറി കാണിച്ചുകൊണ്ട് പറയുന്ന പോലെ പുള്ളി പറഞ്ഞത്. അന്നേരം ഒന്നും ഈ പറയുന്ന മഹാന്മാരെ, വസീഫിനെ പോലുള്ള ഒരു മഹാന്മാർക്കും അന്നേരം അത് നുണയാന്ന് മനസ്സിലായില്ല. കൺമുന്നിൽ ഇതുപോലെ അതിക്രൂരമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSU പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ, അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിളിച്ചപ്പോൾ അപ്പോഴും വസീഫിനൊന്നും പറയാനില്ല. നിങ്ങളാണ് സത്യസന്ധതയുടെ പ്രവാചകർ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജനങ്ങളോടാണ് നിങ്ങളിതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. ഇത് 10-30 വർഷം മുമ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാത്തിനും വിഷ്വൽ എവിഡൻസ് ഉള്ള കാലഘട്ടത്തിലാണ്. ആരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്? കൈരളിയും ദേശാഭിമാനിയും മാത്രം കാണുന്നവരല്ല ജനങ്ങൾ. വസീഫിനെ പോലുള്ളവർ ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. ജനങ്ങളെ നിങ്ങൾക്കിനി മണ്ടന്മാരാക്കാൻ സാധിക്കില്ല. താങ്കൾക്കൊരു ചിന്തയുണ്ടാവും, അതായത് 5 വർഷം കഴിയുമ്പം വീണ്ടും LDF അധികാരത്തിൽ വരും, അപ്പോൾ താങ്കൾക്കൊരു മന്ത്രിയാകാൻ സാധിക്കും എന്നൊക്കെ താങ്കൾ സ്വപ്നം കാണുന്നുണ്ടാവും. അതിൽ തെറ്റില്ല.
പക്ഷേ അതിനുവേണ്ടി കാണിക്കുന്ന ഈ ലൈം ലൈറ്റിലേക്ക് വരാൻ വേണ്ടി താങ്കൾ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രതയുണ്ടല്ലോ, അത് ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളോട് കൂറുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. അങ്ങേയറ്റം ജനദ്രോഹമായ രീതിയിൽ ഈ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്താണ് അന്നേരം പ്രതികരിക്കാതിരുന്നത്? അപ്പം നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ എന്ത് ചെയ്താലും നിങ്ങൾ പ്രതികരിക്കില്ല. അപ്പുറത്ത് പ്രതിപക്ഷത്തുള്ളവർ ചെയ്താൽ, അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിയിലുള്ളവർ ചെയ്താൽ മാത്രം പ്രതികരിക്കുന്ന ഈ ഒരു പ്രത്യേകതരം പ്രതികരണം ഉണ്ടല്ലോ, അത് ജനവിരുദ്ധമാണ്. ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണതൊക്കെ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങളെ നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ കഴിയില്ല. എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന്റെ മുമ്പിൽ? ആ പറഞ്ഞ മനുഷ്യൻ ഇതാ ഗതികേടിന് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായി വന്നു. സാധാരണഗതിയിൽ നമ്മൾ കരുതും കുറച്ച് വലുതായാൽ, ഒന്ന് മുതിർന്നാൽ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടൊക്കെ ഗതികേടിന് നമ്മുടെ മുഖ്യമന്ത്രിയായി വന്നു. എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന അത്രയും ഗതികേട് ഈ നാടിനുണ്ടായിട്ടില്ല വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട്. അത്ര മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. നമ്മളെന്താ പറയാ, ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ടായാലും കള്ളം പറയരുതല്ലേ, സത്യം പറഞ്ഞ് ശീലിക്കണം. അയ്യോ, എന്തോരു നിഷ്കളങ്കര്. എൻ്റെ പൊന്നു വസീവെ, വെറുതെ കോമാളിയാവാതെ സത്യം മാത്രമേ പറയാവുള്ളൂ. നിങ്ങളൊക്കെ ആ കാറ്റഗറിയിലുള്ള ആളുകളാണോ? നിങ്ങൾ സത്യം പറഞ്ഞിട്ടുള്ള സത്യങ്ങളൊന്ന് പറയാവോ? അതോ ആ ഒരു ലിസ്റ്റ് ഒന്ന് എടുക്കാവോ? നിങ്ങൾ എത്ര സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഇദ്ദേഹത്തെ AICCയോ മുസ്ലിം ലീഗോ ഒക്കെ തിരുത്തി കാണുന്ന നമ്മളും കരുതി, അല്ലെ ജമാഅത്തെ ഇസ്ലാമി എങ്കിലും ചുരുങ്ങിയത് തിരുത്തണ്ടേ ഇങ്ങനെ നുണ പറയുന്ന ഒരു മനുഷ്യനെ? അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായപ്പോ ഈ ചെറുപ്പകാലത്തുള്ള ശീലത്തിൽ ഒരു മാറ്റവും ഇല്ല. അവര് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, നുണ മാത്രം ആയുധമാക്കുക. എന്തൊക്കെ നുണ പറഞ്ഞു. അവസാനം പ്രളയകാലത്ത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പ്രളയകാലത്ത് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന് ഒരു അനുഭവമുണ്ട്. ഈ പ്രളയ സമയത്ത്, ദുരന്ത സമയത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ ചേർത്തു പിടിക്കാൻ കേരളത്തിന് ധൈര്യമായി, സാധാരണക്കാരന് പ്രതീക്ഷയായി, കരുത്തായി കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുണ്ടാകാറുണ്ട്. ആ മുഖ്യമന്ത്രിമാരുടെ കാറ്റഗറിയിൽ താങ്കൾ പിണറായി വിജയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതായത് പ്രളയ ഫണ്ട് 4000-ഓളം കോടി 2018 പ്രളയത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മലയാളികൾ സമാഹരിച്ചു കൊടുത്തു. 4000 കോടിയോളം രൂപ. അതിൽ നിന്ന് പോലും പണം വകമാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നെ പുറത്തു വന്നത്. അന്നേരം ഈ പ്രതികരണ സിംഹത്തെ, വസീഫിനെ പോലുള്ള പ്രതികരണ സിംഹത്തിനൊന്നും അന്നേരം നൊന്തില്ല. കാരണം സെയിം പാർട്ടിയാണല്ലോ, മിണ്ടാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും മിണ്ടിപ്പോയാൽ നാളെ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വസീഫെ പച്ചവെള്ളം പോലെ മലയാളികൾക്കറിയാം. അതുകൊണ്ട് ഒരുപാട് പുകഴ്ത്തരുത്, ഒരുപാട് ആരെയും പുകഴ്ത്തരുത്. താങ്കൾ എന്തായാലും പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് താങ്കൾ പേരെടുത്ത് പറഞ്ഞില്ല, അതിൽ താങ്കളെ അഭിനന്ദിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മേനോൻ സതീശൻ ആ പ്രവർത്തനത്തിനില്ല. ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കുക. എന്തോ പുതുമ കൊണ്ടാവാം ഇങ്ങനെ നടക്കുക. പോണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേട്ടോ. അപ്പൊ പോകുന്നത് തന്നെ. അയ്യോ, അഭിപ്രായപ്പെടാൻ പറ്റത്തില്ലല്ലോ. മുൻ രായാവ് കുറെ നടന്നിട്ടുണ്ടല്ലോ, എങ്ങനെ അതിനെതിരെ പറയാൻ പറ്റും? മാധ്യമങ്ങൾ അപ്പോ പറഞ്ഞു അമ്മായിയപ്പനെ കാണാൻ പോയതാ. അമ്മായിയപ്പനൊക്കെ കാണണം. എന്നാൽ മനുഷ്യർ മരിക്കുക ഈ പ്രളയത്തിൽ, ഈ ദുരന്തത്തിൽ, നാടാകെ പ്രതിസന്ധിയില്ല. ആ സമയത്ത് അമ്മായിയപ്പനെ കാണാൻ പോയി. മാധ്യമങ്ങൾ ആകെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ പിറ്റേ ദിവസം വന്നിട്ട് പറയുക, അയ്യോ ഞാൻ അവിടെ പോയതല്ല, ഇൻവെസ്റ്ററെ കാണാൻ പോയതാണ്. ഇപ്പൊ ഈ കേരളം സംശയിക്കുന്നു, ആ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MDMA സംഘമാണ് ആ ഇൻവെസ്റ്റർ എന്ന് ഈ കേരളം സംശയിക്കുക. കേരളം സംശയിക്കുന്നില്ല, കേരളത്തിന്റെ തലയോട്ടിടണ്ട. നിങ്ങളെപ്പോലുള്ള ആളുകൾ സംശയിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സംശയമൊന്നും നിങ്ങൾക്ക് ഈ മറ്റേ പുള്ളി ഭരിച്ച സമയത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സംശയവും നിങ്ങൾക്കുണ്ടായിട്ടില്ല. ഒരു സേവനവും ചെയ്യാതെ 2,78,00,000 രൂപ നിങ്ങളുടെ ഈ പരമോന്നത നേതാവിൻ്റെ മകൾ നേടിയപ്പോഴും അല്ലെങ്കിൽ മേടിച്ചെടുത്തപ്പോഴും അല്ലെങ്കിൽ ബാങ്കിൽ വന്നപ്പോഴും അന്നേരം ഒന്നും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടില്ല. അപ്പം ഈ ചാനലുകളിൽ വന്ന് മെഴുകുമായിരുന്നു നിങ്ങൾ, അല്ലേ? നിങ്ങൾ ന്യായീകരിച്ച് മെഴുകുമായിരുന്നു. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. ശശിധരൻ കർത്തായുടെ വ്യക്തമായ മൊഴിയുണ്ട്. എന്താണ് ആ മൊഴി?
അതായത് ഒരു സേവനവും കിട്ടിയിട്ടില്ല, പിണറായി വിജയനുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ വീണ വിജയന് പണം കൊടുത്തതെന്നുള്ള വ്യക്തമായ മൊഴിയുണ്ട്. അതിലും നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും 100% വിശ്വസ്തനായ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ രക്ഷകനായ ആളായിട്ടാണല്ലോ നിങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ രക്ഷകനായിട്ടുള്ള ആളായിട്ടാണല്ലോ നിങ്ങൾ ഇപ്പോഴും പിണറായി വിജയനെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യം, നിങ്ങളെ സ്പർശിക്കുന്ന കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും സംശയം ഉണ്ടാവില്ല. പുറത്തുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ്. അവരെ കാണാനാണോ ഇത്ര ധൃതിയിൽ നിങ്ങൾ ഹെലികോപ്റ്ററുമായി വന്നത്? കാരണം ഇൻവെസ്റ്ററുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പറയില്ല എന്നാ പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ മലപ്പുറത്ത് നല്ല ഭക്ഷണം കഴിക്കുക, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും എതിർപ്പില്ല. ആ സമയത്ത് മനുഷ്യർ പ്രയാസപ്പെടുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് അത് റീലിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരു ഔചിത്യക്കുറവുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല, നാടാകെ പറഞ്ഞു. അപ്പൊ പറയാ, ഓ എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ കഴിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? ഔചിത്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി എന്തുമാത്രം ഔചിത്യം കാണിച്ചിട്ടുണ്ട് ഭരിക്കുമ്പോൾ, അത് നിങ്ങളാണ് പറയേണ്ടത്. അതായത് നിങ്ങളുടെ പാർട്ടിയിലുള്ള ഒരാൾ ഒരു ഡൗട്ട്, എന്തോ ഒരു ചോദ്യം പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ അത് വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് നിങ്ങളുടെ പിണറായി വിജയൻ. അതിലെന്ത് ഔചിത്യമാണ് ഉണ്ടായിരുന്നത്? ആ കാണിച്ച അതൊരു നെറുകേടാണെന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് താങ്കൾ അന്നേരം അഭിപ്രായപ്പെട്ടതായിട്ട് ഞാനെങ്ങും കേട്ടിട്ടില്ല. ഔചിത്യത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുവാനുള്ള യോഗ്യത നിങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല. അത് നിങ്ങൾക്കുണ്ടാവണമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടാവണമായിരുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു. കഴിഞ്ഞ 10 വർഷം മലയാളികളെ ഒന്നാകെ വെറുപ്പിച്ച് പിണറായി വിജയൻ ഭരിച്ചപ്പോൾ നിങ്ങൾ പിണറായി വിജയനെതിരെ ഒരക്ഷരം നിങ്ങൾ ഉരിയാടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവുമായിരുന്നു. ഇനി നിങ്ങൾക്ക് ആ യോഗ്യത ഇല്ല. നിങ്ങൾ വെറുതെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നതായിട്ട് മാത്രമാണ് ജനങ്ങളിപ്പോൾ കാണുന്നത്. ഒരു തരിമ്പ് ആത്മാർത്ഥത നിങ്ങൾക്കില്ല. അങ്ങനെ സൽക്കാരത്തിനും ഇങ്ങനെ അമ്മായിയപ്പനെ കാണാനും ഒക്കെ കറങ്ങി നടക്കുന്ന ഈ സതീശൻ നുണ പറഞ്ഞ് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക. ഇപ്പൊ ഇതാ ഈ സംഭവത്തിൽ നുണ ആവർത്തിച്ച് നുണ പറയുക. ഈ MDMA സംഘത്തിന് എന്താണ് ഇദ്ദേഹവുമായിട്ട് ഇത്ര അടുപ്പം? ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കടത്തുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാവരുത് എന്നുള്ള, ഞങ്ങൾ അതിൽ വിശ്വാസമില്ല. കാരണം ഈ കടത്തില് അല്ല, അതും കൂടെ പറ. എന്തും പറയാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ എന്തും പറ. അതല്ലേ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ. അപ്പം നല്ല കൈയടിയൊക്കെ കിട്ടും. അതും കൂടെ പറ. അതായത് VD സതീശനാണ് ഇത് ആസൂത്രണം ചെയ്തത്, പുള്ളി ഇതിൻ്റെ പങ്ക് പറ്റുന്നുണ്ട്, അങ്ങനെയും കൂടെ പറയുമ്പോൾ ഒരു ത്രില്ലുണ്ടാവട്ടെ, കേൾക്കുന്ന അണികൾക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവട്ടെ. അതും പറ. നിങ്ങൾക്ക് എന്തും പറയാലോ, എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ളവരാണല്ലോ നിങ്ങൾ. അദ്ദേഹത്തിന് പങ്കുണ്ടാവാതിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നു. അയ്യോ, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക, VD സതീശന് പങ്കുണ്ടാവരുതേ, VD സതീശൻ പരിശുദ്ധനാവണേ എന്നൊക്കെ എല്ലാ ദിവസവും എങ്ങനെ 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ സഖാവേ? കാരണം അതുകൂടി ആയാൽ ഈ കേരളത്തിന് താങ്ങാൻ സാധിക്കില്ല. അയ്യോ, 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തെ കേരളം താങ്ങി. അതിൽ കൂടുതലൊന്നും ഇനി താങ്ങാനില്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നോ ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ നിന്നോ എന്തോ ഒരു വ്യഗ്രത, ഇങ്ങനെ നുണ പറഞ്ഞ് ഇവരെ അങ്ങ് സംരക്ഷിക്കാൻ കാണിക്കുന്ന ഒരു അമിത താല്പര്യം, അത് കാണുമ്പോ മേനോൻ സതീശന്റെ പേര് എന്തായി മാറും? MD സതീശനായി മാറും അല്ലേ? MD സതീശൻ കൊള്ളാം. ഒരു മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറ്റിയ പേരാണ്. എൻ്റെ പൊന്നു വസീഫെ, മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് സ്വപ്നം കണ്ട് അപ്പോൾ ആ സർക്കാരിൽ ഒരു മന്ത്രിയാകാമെന്നുള്ള ആ ഒരു സ്വപ്നത്തിൻ്റെ പുറത്താണ് താങ്കൾ ഈ കടന്ന് അമിതമായ ആവേശം കാണിക്കുന്നതെങ്കിൽ ഒന്ന് താങ്കൾ ഓർത്തു. ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളൊക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പുതിയൊരു നേതാവോ അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസ്യത ഉള്ളൊരു നേതാവ് പുതിയതായിട്ട് ഉണ്ടായാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ നല്ലത് എന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതിനകത്തൊരു സംശയവുമില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെതിരെ നിങ്ങൾ സംസാരിക്കണമായിരുന്നു. നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ട് പോലും പിണറായി വിജയനെതിരെ ഒരക്ഷരം
ഉരിയാടാത്തവരാണ് നിങ്ങളെപ്പോലുള്ള യുവ കേസരികൾ. നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് ജനങ്ങളോടുള്ളത്? നിങ്ങൾക്ക് ഇപ്പോഴും ക്രെഡിബിലിറ്റി, ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ജനങ്ങൾക്ക് അത്രയും വിലയെ നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ളോ? 10 വർഷം കമാന്നൊരക്ഷരം പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്കെതിരെ, ഈ നാടിനെ കുളം തോണ്ടിയ ഭരണാധികാരിക്കെതിരെ നിങ്ങൾ ഉരിയാടാതിരുന്ന നിങ്ങൾ ഇപ്പോൾ പൊടുന്നനെ ഭയങ്കര വലിയ പോരാട്ട സിംഹങ്ങളായിട്ട് നിങ്ങൾ മാറുന്നതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണെന്നും. അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ പുതിയ തലമുറയെ, നിങ്ങളുടെ ഭാവി തലമുറയിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു സത്യസന്ധതയുള്ള ആളുകൾ, വിശ്വാസ്യതയുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നണിക്ക് ഒരു ഭാവി ഉണ്ടാവും. അല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെയും ജനങ്ങളിനി വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട.